ഭയങ്കരമായിട്ടോ അമ്മയ്യോ. ഏകദേശം ഒരു 2 മണിക്കൂറായിട്ട് മയക്ക് റെസ്റ്റായിരുന്നു. അതിന് പകരം ഒന്നായിട്ടത് വരുന്നത്. നമ്മളെ ബൈക്ക് ഇങ്ങനെ കുടിക്കാനായി ബൈക്കിൽ എടുത്തുകൂടപ്പോൾ നല്ല ഭയങ്കര വെള്ളം പോയി കേട്ടോ. നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോഴല്ലോ തേങ്ങാച്ചോറും പോത്തിറച്ചി വരട്ടിയതും വാവ് ഒക്കെ ഇങ്ങനെ കട്ടുമ്പോൾ ഇങ്ങനെ കിടക്കുക. ഒരു 50 വയസ്സായ ഒരു ഒരു 45 വയസ്സായ 50 വയസ്സ് അത് കുറേ കമ്പാളും നല്ല കന്നിറങ്ങിയാണ്. മറ്റേ ഗൾഫിലെ ബ്ലാങ്കറ്റ് അത് എപ്പോഴും ഓർക്കട്ടോ. ആ ബ്ലാങ്കറ്റ് ഗൾഫിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ വില അറിയാം. AC, അതേമാതിരി ഫ്രിഡ്ജ്, പിന്നെ ആ ബ്ലാങ്കറ്റ്, ഇത് 3ഉം ഗൾഫിൽ അത്യാവശ്യ സംഭവമാണ് ചൂടുകാലത്ത്. ചിലപ്പോൾ അങ്ങനെ ഞാൻ പറയും ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ കാണുകയാണെങ്കിൽ ഒരു സൊല്യൂട്ട് എടുക്കരുത്, നമ്മൾ അങ്ങനെ കൊടുക്കരുത് വെക്കും. കാരണം ചൂടെടുക്കും ചെന്നപ്പോഴല്ലേ മനസ്സിലാണത്. ഗൾഫിൽ എത്തിയപ്പോഴല്ലേ എന്താ ചൂട് മക്കളെ. അപ്പോൾ ആ റൂമൊക്കെ കയറിയപ്പോൾ AC നല്ല തണുപ്പ്, തണുത്തിട്ടാണെങ്കിലോ ഭയങ്കര വറക്കൽ. അപ്പോൾ അതാ ബ്ലാങ്കറ്റ്, ഈ കൊറിയൻ്റെ ബ്ലാങ്കറ്റ് ഉണ്ട്, അതിൽ കിടന്നാൽ പിന്നെ എന്തായാലും ഉള്ളപ്പോൾ സുഖം. ആ ബ്ലാങ്കറ്റ് ഇങ്ങനെ അപ്പം കാലിൻ്റെ ഒരു വിരൽ പുറത്തേടെ അപ്പോൾ പ്രശ്നം തണുപ്പിന് വെക്കോണ്ടേ അതങ്ങനെ കടന്നിങ്ങനെ ഉറങ്ങാറില്ല. ഉറങ്ങാൻ ഏറ്റവും നല്ല നാട് ഗൾഫിൻ്റെ കേട്ടോ. പറഞ്ഞുതരാം, ഉറങ്ങാൻ ഒരു ശല്യമില്ല. അവിടെ AC കടന്നുറങ്ങി കഴിഞ്ഞാൽ കുട്ടികളെ ഒച്ചമ്പുളിയൊന്നായിട്ടുള്ള പ്രശ്നങ്ങളില്ല, വണ്ടീൻ്റെ പ്രശ്നങ്ങളില്ല, ഒരു അനക്ക് കേൾക്കില്ല. അങ്ങനെ നല്ലോണം ഉറങ്ങാം. ഇന്നത്തെ കാലത്ത് നല്ല ഉറങ്ങിനാണ്. ഉറങ്ങണമെങ്കിൽ അവിടെ പോകണം. ഇവിടെ നാട്ടിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് കാണാൻ ആരെങ്കിലും ബെല്ലടിച്ചും അല്ലെങ്കിൽ അവർ അനൗൺസ്മെൻറ്റൊക്കെ അവിടെ വെച്ചു, അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇങ്ങനെ ആയിട്ട് സോല. ഗൾഫിലാകുമ്പോൾ ഇതാകും ഒരു പ്രശ്നമില്ല. ഇരുവാരം വരുന്ന പ്രശ്നമില്ല. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, മരണ വീട്ടിൽ പോകണ്ട, കല്യാണത്തിന് പോകണ്ട, സുഖ. ദുബൈയിൽ പോയി ദുബൈയിൽ പോയപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങണത് പിന്നെ ഇവരാ റൂമിൽ മറ്റേ കട്ടില, മറ്റേ എന്താ പറയുക, അട്ടിക്കട്ടിക്കട്ട കട്ടില. എൻ്റെ മുകളിൽ വേറെ ഉണ്ടാവുണ്ട്. അങ്ങനത്തെ വട്ടത്തിൽ നോക്കണം. സിറ്റിയിലാണ്. അപ്പം 3, 6, 9 ആൾ കടന്നുറങ്ങാം. അങ്ങനെ എനിക്കൊരു ഭാഗം കിട്ടി. വേറെ ചില ബെഡിൽ ഒരേ ബെഡിൽ 2 ആൾ ഉറങ്ങുന്നു. ഒരാൾക്ക് ഡ്യൂട്ടി പകല, ഒരാൾക്ക് രാത്രിയാണ്. ദുബൈയിൽ ഒരാൾക്ക് ഡ്യൂട്ടി അതിൻ്റെ ഒരു കട്ടുമ്പോൾ തന്നെ 2 ആകും. അവൻ വരുമ്പോൾ ഉറങ്ങാം, ഇത് വരുമ്പോൾ അവൻ ഉറങ്ങാം. എൻ്റെ കുറേ ഷോപ്പിലാണ് ജോലി. എന്തെല്ലാം അതൊക്കെ പിന്നെ ഷെയർ ചെയ്യാൻ പൈസ കുറച്ച് കുറയും. ഭയങ്കര കർശന. ഫുൾ ടൈമിൽ റൂമിൽ ആളുകൾ ഉറങ്ങുന്നുണ്ടാവും, ഒഴിവുണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് ഇടാൻ പാടില്ല, ശബ്ദം പാടില്ല, മൊബൈലിലൊന്നും വാർത്ത പുറത്തു കൂടാൻ പാടില്ല, ഹെഡ്സെറ്റ് ഉപയോഗിച്ചോളണം. ഭയങ്കര കർശന നിയമമാണ് അവിടെ റൂമിലേ. അല്ല ഉറങ്ങാൻ എപ്പോൾ വെക്കാനും ആൾക്കാർ ഉറങ്ങാണ്. വല്ലാത്തൊരു ജീവിതമല്ലേ പ്രവാസിൻ്റെ ജീവിതമൊക്കെ ഉറങ്ങാൻ ആലോചിച്ചാൽ എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ്. എന്നാൽ ഇവിടേക്കൊണ്ട് വരുമ്പോഴോ അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ നാട്ടിലിങ്ങനെ വരസല്ലേ. ചില പ്രവാസികൾ കാണാം നാട്ടിലേക്ക് വരുമ്പോൾ കാണാം. ഇവിടെ പോകുമ്പോൾ ഒരു 10-60 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, 150 രൂപയൊക്കെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഒരു 80-85 കിലോ തൂക്കും വലിയൊരു ബോട്ടി, പള്ളൊക്കെ ഭയങ്കര ബോട്ടിയിട്ട് ഇങ്ങനെ നടക്കാനും പറ്റാ അങ്ങനെ വരുന്നുണ്ട് ചില ആളുകൾ. സംഗതി രോഗിയായിട്ട് മാറിക്കാണ്. ശരിക്കും പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ രോഗിയായിട്ടാണ് വരുന്നത്. പല രോഗങ്ങളുണ്ടാവും അവന്. പിന്നെ പ്രവാസ ജീവിതം